അതല്ല, അമൃതയ്ക്ക് ഇഷ്ടമല്ലാത്ത വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല. നമസ്കാരം. എന്തൊക്കെയുണ്ടോ മോളോളാ? വാ വരൂ. ആദി, നീ എന്നെ വെറുക്കാനുള്ള കാരണം ഇപ്പോൾ എനിക്കറിയാം. പക്ഷേ ഇനി നിനക്ക് എന്നെ വെറുക്കേണ്ടി വരില്ല. അതിനുള്ള പരിഹാരമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ആ ഓനെ വിളിരിക്കെ, ഞാനേ വരെ പോരാ. തീരുമാനിച്ചു കഴിഞ്ഞോ? അതെ, എൻ്റെ തീരുമാനത്തിന് ഇനി മാറ്റമൊന്നുമില്ല. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരാ ഏട്ടാ. അല്ല മാളു, എനിക്കിത് പറയണം. പറയാതിരുന്ന അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ചതിയായി പോവും. ഏട്ടാ, എൻ്റെ ജീവിതവും അവളുടെ ജീവിതവും എല്ലാം ഞാൻ ആലോചിക്കണ്ടേ മാളു? ഏട്ടാ, എന്നാലും ഭരതേട്ടാ, നമ്മുടെ മോളെ ഒന്ന് നോക്കിയേ. പാവം, ഉള്ളു മുഴുവൻ നീറി നിൽക്കുകയാണെന്ന് ആ മുഖം കണ്ടാൽ അറിയാം. നീ വാ. മോളെ കണ്ണ, നീ ബഹളവും ആർഭാടമൊക്കെ കണ്ട് മനസ്സ് തളർത്തണ്ട. നിശ്ചയവും നടക്കും, വിവാഹവും നടക്കും. പക്ഷേ പെണ്ണുണ്ടല്ലോ, അവള് പിറ്റേ ദിവസം തന്നെ അവളുടെ വീട്ടിലേക്ക് പോവും. അച്ഛനും അമ്മയും കൂടെ വെറുതെ ഒരു പ്രതീക്ഷകൾ തന്നെ മനസ്സിളക്കല്ലേ. ഏയ് അങ്ങനല്ലടാ. പ്രതീക്ഷയല്ലേ മോളെ, ചില കാര്യങ്ങൾ കാണുമ്പോ തന്നെ മനസ്സിലാവും. ആ ചേച്ചി അങ്ങനെ ഒരാളല്ലെങ്കിലോ? നമ്മുടെ വീടും ഇവിടുത്തെ ജീവിതവും ഈ ഗ്രാമീണ രീതികളൊക്കെ അമൃത ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടാലോ?
ഏയ്, നമ്പ്യാർ സാർ, നമ്പ്യാർ സാർ, നമ്പ്യാർ സാറേ, ഓ എന്താ? നമ്പ്യാർ സാറിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. ശോ, നമ്പ്യാർ സാറിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആണോ? പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. എന്താണെങ്കിൽ പറഞ്ഞോ. ആ, എനിക്ക് ഈ വിവാഹം, എന്താ പറഞ്ഞേ? എനിക്ക് ഈ വിവാഹം, ഓ എടോ, എനിക്കറിയാം തനിക്ക് ഇഷ്ടമാണെന്ന്. അതല്ല, അമൃതയ്ക്ക് ഇഷ്ടമല്ലാത്ത വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല. ശ്രീ, നിനക്ക് എന്താടാ പറ്റിയേ? ഈ ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നീയല്ലേ മോനെ? ഈ നിശ്ചയത്തിന് വേണ്ടി നീ എന്തെല്ലാം വാങ്ങിക്കൂട്ടി, എന്നിട്ട് ഒരു നിമിഷം കൊണ്ട് ഈ ബന്ധം വേണ്ടെന്ന് വെക്കാൻ എന്താ കാരണം? പുത്തംപുരക്കലുകാരുടെ നിലയും വിലയും നോക്കാതെ നമ്മളുമായിട്ടൊരു ബന്ധത്തിന് തയ്യാറായ ഈ അച്യുതൻ നമ്പ്യാർ സാറിനോട് നന്ദികേട് കാണിക്കല്ലേ മോനെ? അമ്മേ, നന്നായി ആലോചിച്ച് തന്നെ ഞാൻ ഈ തീരുമാനം എടുത്ത്. ഒരു പെൺകുട്ടിയുടെ മനസ്സ് കാണാതെ ഈ ബന്ധവുമായി മുന്നോട്ട് പോയാൽ അതാ ഏറ്റവും വലിയ തെറ്റ്. ആ ചേച്ചിയെ, ജീവിതം അവന്റെ അല്ലേ? അപ്പോ തീരുമാനം അവന്റെ തന്നെ ആവട്ടെ. ഭരത, നീ ഒന്നും ഉണ്ടായിരുന്നേ. ചേച്ചി, ഇഷ്ടമല്ലാത്ത ജീവിതം ജീവിക്കാൻ ചേച്ചി എന്തിനാ അവനെ നിർബന്ധിക്കണേ? ശ്രീ, എന്തിന്റെ പേരിലാണെങ്കിലും പെട്ടെന്നൊരു നിമിഷം ഈ വിവാഹബന്ധം വേണ്ടെന്ന് പറയാൻ എന്താ ഉണ്ടായത്? പറയടാ, നീ അത് അമ്മയോട് പറഞ്ഞേ പറ്റൂ. അമ്മേ, അമൃതയ്ക്ക് ഈ വിവാഹം ഇഷ്ടമല്ല. അത് അറിഞ്ഞിട്ടും ആ വരന്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കില്ല.